ഹായ് ഓൾ വെൽക്കം ടു ഈസി കുക്കിങ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സമൂസ ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഞാൻ ഇതിന് എടുത്തിട്ടുള്ളത് മുട്ടയാണ്. 2 മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലോട്ട് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള ഒരല്പം വഴറ്റിയെടുത്താൽ മതിയാകും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടി, ഒരു നുള്ളു പെരുംജീരക പൊടി, ഒരു നുള്ളു മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇതൊന്ന് മിക്സായതിന് ശേഷം ഒരല്പം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദേ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് മുട്ടയാണ്. വേവിച്ചെടുത്ത മുട്ട ചെറുതായിട്ട് അരിഞ്ഞ ശേഷം ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഉടയാതെ ചെറുതായിട്ട് പതുക്കെ തന്നെ മിക്സ് ആക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സമൂസ ഷീറ്റിലോട്ട് വെച്ച് ഫോൾഡ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മൈദയാണ്. 2 സ്പൂൺ മൈദ ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. കട്ട കെട്ടാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ മൈദയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് എടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് അതിലോട്ട് മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കുന്നു. 2 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇതുപോലെ എല്ലായിടത്തും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇതെല്ലാം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. ചെറിയ തീയിലാണ് പൊരിച്ചെടുക്കേണ്ടത്. വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പലഹാരം ചേർത്ത് പൊരിച്ചെടുക്കാം. ചെറിയ തീയിൽ വേവിച്ചാൽ മതിയാകും. അപ്പോൾ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. See you next video. Bye bye. Take care.